നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് ഉത്സവമേളം ഇനി 3 ദിവസം. പൂരങ്ങളുടെ പെരുമ്പറ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച. കൈരാട് ചെറുമുളയങ്കാവ് കാളവേലയും ബുധനാഴ്ച. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പൂരവും മണ്ണാർക്കാട് പൂരം വലിയാറാട്ടും 13-ന്. ചെട്ടിവേല 14-ന്. 96 ദേശങ്ങളുടെ ആമക്കാവ് പൂരവും 14-ന്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. 3 പേർക്ക് കുത്തേറ്റു. കണ്ടാലറിയാവുന്ന 10 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സംഘർഷമുണ്ടായത് മുഖത്ത് ടോർച്ചടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ട സംഭവം. കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളുമായി വനം വകുപ്പ്. ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂട് സ്ഥാപിക്കുമെന്ന് DFO. മാരകമയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി കോട്ടക്കൽ സ്വദേശി പെരിന്തൽമണ്ണയിൽ അറസ്റ്റ്. മലാപ്പറമ്പിൽ നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. പ്രതിയിൽ നിന്നും ലഹരിക്കടത്തു സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. പകുതി വില തട്ടിപ്പ്. കടമ്പഴിപ്പുറം ICDC ഓഫീസിലേക്ക് CPM മാർച്ച്. തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ. CPM നടത്തുന്ന സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനമെന്ന് BJP. എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തിന് ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. ഭവന പദ്ധതിക്ക് 32 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 205 കോടി രൂപ വരവും 195 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് പുതിയ ബജറ്റ്. വിശദമായ വാർത്തകൾ നോക്കാം. പാലക്കാട് ഇനിയുള്ള 3 ദിവസം പൂരങ്ങളുടെ പെരുമ്പറ. ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരമാണ് ബുധനാഴ്ച. അന്ന് തന്നെയാണ് കൈലിയാട് ചെറുമുളയങ്കാവിലെ കാളവേലയും കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്രത്തിലെ വലിയാറാട്ടും. 13-ന് കൈലിയാട് പൂരവും വായില്യാംകുന്ന് പൂരവും ആഘോഷിക്കും. അന്ന് മണ്ണാർക്കാട് വലിയാറാട്ടുമുണ്ട്. 14-നാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ പെരുമയായ ചെട്ടിവേല. കൂറ്റനാട് ആമക്കാവ് പൂരവും 14-നാണ്. പൂരപ്രേമികൾക്ക് വേറെന്ത് വേണം തകർക്കാൻ. കുംഭച്ചൂടിനെ കവച്ചുവെക്കുന്ന പൂരച്ചൂടിലാണ് പാലക്കാട് ജില്ല. വരുന്ന 3 ദിവസങ്ങളിൽ പൊടിപൂരമാണ് പാലക്കാട്. പൂരപ്രേമികളുണ്ടെങ്കിൽ പോന്നോളൂ. 40 ഡിഗ്രിയോടടുക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ചൂട്. എന്നാൽ ഇതൊന്നും പൂരാവേശത്തെ തെല്ലും തളർത്തുന്നില്ല. ആനയും കാളയും കുതിരയും തേരും തട്ടിന്മേൽ കൂത്തും പൂതനും തിറയും നാടൻ കലാരൂപങ്ങളുമെല്ലാം സംഗമിക്കുന്ന വള്ളുവനാടൻ ഉത്സവങ്ങൾ എന്നും പൂരപ്രേമികൾക്ക് കാഴ്ചവിരുന്നാണ്. കേരളത്തിലെ പേരുകേട്ട ഗജവീരന്മാരും വാദ്യനിരയുമെല്ലാം അടുത്ത 3 ദിവസം പാലക്കാടുണ്ടാകുമെന്ന് ഉറപ്പ്. ജില്ലയിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരം തന്നെയാണ് ഇതിൽ കേമം. 12-ന് ബുധനാഴ്ചയാണ് പേരുകേട്ട ചിനക്കത്തൂർ പൂരം. ആചാരപ്പെരുമയിലും ആഘോഷപ്പൊലിമയിലും മുന്നിൽ നിൽക്കുന്ന ഉത്സവമാണ് ചിനക്കത്തൂർ പൂരം. വടക്കുമംഗലം തെക്കുമംഗലം ദേശക്കാരും പാലപ്പുറം ഒറ്റപ്പാലം ദേശക്കാരും പൂരത്തിനായി കാത്തുവച്ചത് എന്തൊക്കെയെന്നറിയാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. ചരിത്രത്തിലാദ്യമായി നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടുമെല്ലാം പൂരപ്രേമികളെ പാലപ്പുറത്തെത്തിക്കുമെന്ന് ഉറപ്പ്. ബുധനാഴ്ച തന്നെ നടക്കുന്ന ജില്ലയിലെ മറ്റൊരു പ്രധാന ഉത്സവമാണ് കൈലിയാട് ചെറുമുളയങ്കാവ് കാളവേല. കൈലിയാട് മേൽമുറി, കീഴ്മുറി, വേമ്പലത്തുപാടം, മുണ്ടക്കോട്ടുകുരിശി, കുറുവട്ടൂർ, വല്ലപ്പുഴ, ചെറുകോട്, മുളയൻകാവ്, പുലിക്കല്ലൂർ, കുഞ്ഞുകുരിശി എന്നീ തട്ടകങ്ങളിൽ നിന്നായി 70-ലേറെ ഇണക്കാളുകൾ കൈലിയാടുകാവിൽ വർണ്ണവിസ്മയം തീർക്കും. അന്നുതന്നെയാണ് കടമ്പഴിപ്പുറം വായില്യാംകുന്ന് ക്ഷേത്രത്തിലെ വലിയാറാട്ട്. 13-ന് തേർ പ്രദക്ഷിണത്തോടെ കൈലിയാട് ചെറുമുളയങ്കാവ് പൂരവും ആഘോഷിക്കും. 20 ആനകൾ അണിനിരക്കുന്ന വായില്യാംകുന്ന് പൂരവും 13-ന് തന്നെയാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ ഭാഗമായുള്ള വലിയാറാട്ട് നടക്കുക. 14-ന് ചെട്ടിവേലയും ആഘോഷിക്കും. 14-ന് പേരുകേട്ട മറ്റൊരു ഉത്സവം കൂടിയുണ്ട് ജില്ലയിൽ. കൂറ്റനാട് ആമക്കാവ് പൂരമാണത്. ജില്ലയിലെ പേരുകേട്ട ആനപ്പൂരങ്ങളിലൊന്നാണ് ആമക്കാവ് പൂരവും. എന്തായാലും പൂരപ്രേമികൾ പാലക്കാട് ജില്ലയിലേക്ക് വച്ചുപിടിച്ചോളൂ. 3 ദിവസം തകർക്കാം. അത് കഴിഞ്ഞും തീരുന്നില്ല. നെന്മാറ വേലയും തൂതപ്പൂരവും ഉൾപ്പെടെ ഇനിയുമുണ്ട് പാലക്കാട്ട് പൂരങ്ങൾ. വള്ളുവനാടൻ പൂരപ്രേമികളുടെ ആവേശമാണ് ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം. പൂരത്തിന് മുന്നോടിയായുള്ള കുതിരയ്ക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചമയ പ്രദർശനവും ചൊവ്വാഴ്ച നടന്നു. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട ചരിത്രപ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച ആഘോഷിക്കും. കിഴക്ക് പടിഞ്ഞാറൻ ചേരികളിൽ നിന്നായി 16 കുതിരകൾ ക്ഷേത്രത്തിലെത്തും. 7 ദേശങ്ങളിൽ നിന്നായി 27 ആനകളും പാണ്ടിമേളത്തിൻ്റെ അകമ്പടിയോടെ ബുധനാഴ്ച ക്ഷേത്രമൈതാനത്ത് നിരക്കും. ആനപ്പൂരത്തിന് അകമ്പടിയാകുന്ന പാണ്ടിമേളത്തിന് കിഴക്കേച്ചേരിയിൽ ചെറുശ്ശേരി കുട്ടന്മാരാരും പഴുവിൽ രഘുമാരാരും പടിഞ്ഞാറൻ ചേരിയിൽ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുമാണ് നേതൃത്വം. ഒറ്റപ്പാലം, പാലപ്പുറം, മീറ്റ്ന, എറക്കോട്ടരി, പല്ലാർമംഗലം ദേശങ്ങളിലെ 17 ആനകളും
വടക്കുമംഗലം തെക്കുമംഗലം ദേശങ്ങളിലെ 10 ആനകളും മുഖാമുഖം നിന്ന് കുടമാറ്റവും ചരിത്രത്തിലാദ്യമായി ഒന്നിച്ചുള്ള കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. പൂരത്തിൻ്റെ ഭാഗമായുള്ള കുതിരകളി പരമ്പരാഗത രീതിയിൽ നടക്കും. പിന്നീട് തേര്, തട്ടിന്മേൽ കൂത്ത് കുതിരകളും അണിനിരക്കും. എഴുന്നള്ളിപ്പ് പൂർത്തിയാകുന്നതോടെ വെടിക്കെട്ട് നടക്കും. ഇതോടെ പകൽപൂരം സമാപിക്കും. വ്യാഴാഴ്ച പുലർച്ചെ 4 ദേശങ്ങളിൽ നിന്ന് വീണ്ടും ആനപ്പൂരം ആരംഭിക്കും. രാവിലെ 8 മണിക്ക് വെടിക്കെട്ട് നടക്കും. തുടർന്ന് 27 ഗജവീരന്മാർ അണിനിരന്ന കുടമാറ്റവും കൂട്ടിയെഴുന്നള്ളിപ്പും പൂർത്തിയാക്കി ഭഗവതിയെ വണങ്ങുന്നതോടെ ആനപ്പൂരം സമാപിക്കും. പൂരത്തോടനുബന്ധിച്ചുള്ള പൊയ്ക്കുതിരകൾക്ക് തലവെക്കൽ ചടങ്ങും കുമ്മാട്ടി ആഘോഷവും ചൊവ്വാഴ്ച നടന്നു. ആദ്യം പടിഞ്ഞാറഞ്ചേരിയിലെ പണ്ടാരക്കുതിരയ്ക്കും പിന്നീട് കിഴക്കഞ്ചേരിയിലെ ഏറാൾപ്പാടിനും തലവെച്ചു. തുടർന്ന് ഒറ്റപ്പാലം, പാലപ്പുറം, തെക്കുമംഗലം, വടക്കുമംഗലം ദേശങ്ങളിൽ ആനച്ചമയ പ്രദർശനവും നടന്നു. വൈകിട്ട് വേഷം കെട്ടി താളവാദ്യത്തിൻ്റെ അകമ്പടിയോടെ കുമ്മാട്ടിയും ആഘോഷിച്ചു. മണ്ണാർക്കാട് പൂരം ചെറിയാറാട്ട് 13-ന് വ്യാഴാഴ്ചയാണ്. രാവിലെ 9-ന് ഭഗവതി ആറാട്ടിനിറങ്ങുമ്പോൾ ആയിരങ്ങളാണ് ഭഗവതിയുടെ തിരുസന്നിധിയിൽ എത്തുക. പൂരം പുറപ്പാട് മുതൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഭഗവതി ആറാട്ടുകടവിലേക്ക് ആറാട്ടിനെഴുന്നള്ളും. ആറാട്ടെഴുന്നള്ളിപ്പിനും തിരിച്ചെഴുന്നള്ളിപ്പിനും ദേവിയുടെ പ്രതിപുരുഷന്മാരായി വെളിച്ചപ്പാടുകളുണ്ടാകും. വെള്ളാട്ടിൽ സമ്പ്രദായത്തിൽപ്പെട്ടവർ തന്നെ വേണം വെളിച്ചപ്പാടായി. പൂരം പുറപ്പാട് കഴിഞ്ഞ് 6-ാം നാളിലാണ് ചെറിയാറാട്ട്. പുറപ്പാട് മുതൽ കൂട്ടിവിളക്ക് വരെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ചാക്യാർ കൂത്താണ്. കൂട്ടിവിളക്ക് മുതൽ ഓട്ടംതുള്ളൽ നടക്കും. കിള്ളിക്കുറിശിമംഗലം കുഞ്ചൻ സ്മാരകമാണ് അവതാരകർ. വൈകിട്ട് 4:30 മുതൽ പാലക്കാട് രാധാകൃഷ്ണനും സംഘവും നാഗസ്വരം അവതരിപ്പിക്കും. കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിമാരാർ അവതരിപ്പിക്കുന്ന തായമ്പക വൈകിട്ട് 5:30 തുടങ്ങും. രാത്രി 7:30 ബാനർജീസ് കനൽ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കും. വ്യാഴാഴ്ചയാണ് മണ്ണാർക്കാട് പൂരത്തിൻ്റെ സവിശേഷ ദിനമായ വലിയ ആറാട്ട്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം, 3 പേർക്ക് കുത്തേറ്റു. പാലപ്പുറം സ്വദേശികളായ വിഷ്ണു, സിനുരാജ്, വിനീത് എന്നിവർക്കാണ് കുത്തേറ്റത്. പാലപ്പുറം മുണ്ടഞ്ഞാറയിൽ തിങ്കളാഴ്ച രാത്രി 11:30ഓടെയാണ് അക്രമ സംഭവം. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാടവരമ്പത്തിരിക്കുകയായിരുന്ന സംഘത്തിന് നേരെ ടോർച്ചടിച്ചതിലുള്ള വിരോധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. പരിക്കേറ്റവരെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്നുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടയ്ക്കൽ ചങ്കുവെട്ടിക്കുന്ന സ്വദേശി കാലൊടി ജാബിറിനെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിന്തൽമണ്ണ SI ശ്രീനിവാസനും സംഘവുമാണ് ജാബിറിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ സ്കൂട്ടറും പോലീസ് പിടിച്ചെടുത്തു. ജില്ലയിൽ സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത്, CI സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും പരിശോധന ശക്തമാക്കിയിരുന്നു. പരിശോധനയിൽ മാലാപ്പറമ്പിൽ നിന്നാണ് 7.57 ഗ്രാം മെത്താഫിറ്റമിനുമായി ജാബിറിനെ അറസ്റ്റ് ചെയ്തത്. ഇടനിലക്കാരായി നിന്ന് വൻതോതിൽ ലഹരി കൈമാറ്റവും ഉപയോഗവും നടത്തുന്ന കോട്ടയ്ക്കൽ കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലെ ചിലരെ രഹസ്യമായി നിരീക്ഷിച്ചതോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത്. പ്രതിയിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലും പുറത്തുമുള്ള ലഹരിക്കടത്ത് സംഘത്തിൽപ്പെട്ടവരെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതായും തുടർന്നും പരിശോധന ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ DYSP A. പ്രേംജിത്ത് അറിയിച്ചു. മങ്കട ഇൻസ്പെക്ടർ അശ്വത്തിന്റെ സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പകുതിവില തട്ടിപ്പ്. കടമ്പഴിപ്പുറം ICDC ഓഫീസിലേക്ക് CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. CPM ഏരിയ സെക്രട്ടറി K. ജയദേവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പാതിവില തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് CPM കടമ്പഴിപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
കടമ്പഴിപ്പുറം ICDC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ICDC പോലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഒരു മുൻകാല CPM പ്രവർത്തകനുള്ളത് മറയാക്കി CPMനെതിരെ കുറ്റം ചാർത്താൻ ശ്രമിക്കുകയാണ് പലരുമെന്നും തട്ടിപ്പിനിരയായ മുഴുവൻ സാധാരണക്കാരോടൊപ്പമാണ് CPM എന്നും അവർക്ക് വേണ്ട നിയമസഹായം ഉൾപ്പെടെയുള്ള എന്തു കാര്യങ്ങൾക്കും പാർട്ടി കൂടെ ഉണ്ടാകുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത K. ജയദേവൻ പറഞ്ഞു. കടമ്പഴിപ്പുറത്ത് മാത്രമല്ല, നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഈ തട്ടിപ്പിനിരയായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ കൂടെയാണ് CPIM എന്നതാണ്. അതാണ് ഈ സമരത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം. ഈ ആളുകൾക്ക് നീതി കിട്ടുക, നീതി എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടപ്പെട്ട പണം കിട്ടുക എന്നുള്ളതാണ്. ഇവിടെ നീതി അതാണ്. അതിനുവേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാമാണോ ചെയ്യാൻ സാധിക്കുക അതെല്ലാം ചെയ്യാൻ CPIM സന്നദ്ധമാണ് എന്ന് തട്ടിപ്പിനിരയായ മുഴുവൻ ആളുകളെയും അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം ഉൾപ്പെടെ ഏതൊക്കെ തരത്തിലാണ് CPIMന്റെ സഹായം അവർ പ്രതീക്ഷിക്കുന്നത്, അവർക്ക് ആവശ്യമുള്ളത്, ആ പ്രതീക്ഷയ്ക്കും ആവശ്യത്തിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ VM മുരുകൻ അധ്യക്ഷനായി, K. രാമചന്ദ്രൻ, P. സുബ്രഹ്മണ്യൻ, C. കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. 400ഓളം പേരാണ് കടമ്പഴിപ്പുറത്ത് മാത്രം തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. പാതിവില തട്ടിപ്പ് കേസിൽ CPM നടത്തുന്നത് ആടിനെ പട്ടിയാക്കുന്ന പ്രവൃത്തിയെന്ന് BJP. കടമ്പഴിപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിലെ ക്യാഷ്യറായിരുന്ന ആളും ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ആളും തട്ടിപ്പ് നടത്തിയ കമ്പനികളുടെ ഉന്നത സ്ഥാനത്ത് ഉണ്ടായിരുന്നുവെന്നും BJP നേതാക്കൾ പറഞ്ഞു. കടമ്പഴിപ്പുറം മേഖലയിൽ ഇപ്പോൾ CPM നടത്തുന്ന സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനമാണ്. CPMന്റെ പ്രാദേശിക നേതാക്കളാണ് ICDC, IRDC, അവതാർ പോലെയുള്ള കമ്പനികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം മേഖലകളിലെ നിരവധി പേർക്കാണ് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കമ്പനികളുടെ തലപ്പത്തുണ്ടായിരുന്നവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് BJP നേതാവ് സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു. സീഡ് സൊസൈറ്റിയുടെ പേരിലാണ് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുള്ളത് എങ്കിൽ കടമ്പഴിപ്പുറത്തെയും ശ്രീകൃഷ്ണപുരത്തെയും അടക്കം ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടുള്ളത് ICDCയും IRDC, അവതാർ പോലുള്ള കമ്പനിയുടെ റെസീറ്റുകൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനിയിലെല്ലാം ഡയറക്ടർമാരായിട്ടുള്ള അല്ലെങ്കിൽ ചെയർമാനായിട്ടുള്ള അടക്കമുള്ള ആളുകൾ ഈ കമ്പനി പ്രവർത്തിപ്പിക്കുന്നത് പ്രാദേശികമായിട്ടുള്ള CPMന്റെ നേതാക്കന്മാരാണ്. കടമ്പഴിപ്പുറം കോപ്പറേറ്റീവ് ബാങ്കിലെ ക്യാഷ്യറായും പിന്നെ അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള ആളുകളൊക്കെ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആയിരക്കണക്കിന് ആളുകളുടെ പണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള സമരപരിപാടികൾ നടത്തുന്നു എന്ന് ജനങ്ങളെ തോന്നിപ്പിക്കുന്നത്, അവർ ജനങ്ങളോടൊപ്പമാണെന്ന് തോന്നിപ്പിക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സമീപനമാണ്. ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അവർ ഈ സാധാരണക്കാരിൽ നിന്നും പിടിച്ചെടുത്ത സംഖ്യ തിരിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കണം. അവരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി ഈ സ്ഥാപനങ്ങളിലെ രേഖകൾ പിടിച്ചെടുക്കുവാനോ പോലീസോ സംവിധാനമോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കുന്ന രീതിയിലേക്കുള്ള നടപടിയുമായി ഇവിടുത്തെ ഭരണ സംവിധാനം മുന്നോട്ട് പോകണം. വെള്ളിനഴി കുറുവട്ടൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുറുവട്ടൂർ തൈക്കീട്ടിൽ രാധാകൃഷ്ണന്റെ മകൻ രാജേഷ് എന്ന കുഞ്ഞുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 25 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതലാണ് രാജേഷിനെ കാണാതായത്. തുടർന്ന് നാട്ടുകാർ ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകുകയും വിവിധയിടങ്ങളിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ തിരുവാഴിയോട്ട് ശിവക്ഷേത്രക്കുളത്തിൽ രാജേഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീകൃഷ്ണപുരം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കണ്ട കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളുമായി വനംവകുപ്പ്. ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കെണിവെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
തിങ്കളാഴ്ച രാവിലെ എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് കടുവയെ കണ്ടത്. ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്നുള്ള RRT സംഘ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലും കടുവയെ കാണുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. തുടർന്ന് നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരച്ചിലിൽ കടുവ വേട്ടയാടിക്കൊന്ന കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. മലയോര ഹൈവേയിൽ നിന്നും കേരള പഴയകടയ്ക്കൽ GUP സ്കൂളിനും 700 മീറ്റർ മാത്രം അകലെയാണ് കടുവയുടെ സാന്നിധ്യമുള്ളത്. ഇത് പ്രദേശവാസികൾക്കിടയിലും തൊഴിലാളികൾക്കിടയിലും വലിയ രീതിയിൽ ഭീതി പരത്തുന്നുണ്ട്. കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതെന്നും ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കെണി സ്ഥാപിക്കുമെന്നും DFO ധനിക് ലാൽ പറഞ്ഞു. സ്റ്റേറ്റിന്റെ ഉടമ വിളിച്ചറിയിക്കുകയും അതിനെ തുടർന്ന് RRT സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. RRT സംഘം പരിശോധന നടത്തിയതിൽ പരിശോധന സമയത്ത് കടുവ ഓടിപ്പോകുന്നവർ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറിയിച്ചത്. തുടർന്നാണ് ഞാനും ബാക്കിയുള്ള സംഘം കൂടി നേരിട്ട് വന്ന് പരിശോധിച്ചത്. അതൊക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോട്ടപ്പാടത്ത് 1.25 കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാനക്കാരായ 2 യുവാക്കൾ പിടിയിലായി. ഇവരുടെ കയ്യിലെ പൊതി കണ്ട് സംശയം തോന്നി നാട്ടുകാരാണ് പോലീസിനെയും എക്സൈസിനെയും വിവരം അറിയിച്ചത്. പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രദീപ് ജാന, സദ്ദാ ഹുസൈൻ മുല്ല എന്നിവരാണ് പിടിയിലായത്. കൂമഞ്ചേരിക്കുന്നിൽ യുവാക്കളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് നാട്ടുകൽ പോലീസിനെയും മണ്ണാർക്കാട് എക്സൈസിനെയും വിവരമറിയിക്കുകയായിരുന്നു. ഇരു വിഭാഗവും നടത്തിയ പരിശോധനയിൽ 1 കിലോ 300 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. പിടിയിലായവർ പൊന്നാനിയിൽ ജോലി ചെയ്യുന്നവരാണെന്നും ഇവർക്ക് കഞ്ചാവ് നൽകിയവരെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായും എക്സൈസ് അറിയിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. ഇടനിലക്കാരൻ വഴിയാണ് കഞ്ചാവിന് വേണ്ടി യുവാക്കൾ എത്തിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പ്രവീൺ കുമാർ, ഷഹീർ അലി, സിവിൽ എക്സൈസ് ഓഫീസർ ഷിബിൻ ദാസ്, ഷഹീദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെയും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തത്. ലഹരി വ്യാപനത്തിനെതിരെ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്. നാടിൻ്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന ബാനറിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിൽ നോക്കുകുത്തിയാവുന്ന ഭരണകൂടത്തിനെതിരെ നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന ബാനറിൽ യൂത്ത് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും മേലെ പട്ടാമ്പി വരെ നടന്ന മാർച്ചിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മാർച്ചിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റീജിൽ മാക്കുറ്റി നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് അധ്യക്ഷനായി. ജയശങ്കർ കൊട്ടാരത്തിൽ, OJ ജനീഷ്, റിയാസ് മുക്കോളി, OK ഫാറൂഖ്, ഷെഫീഖ് അത്തിക്കോട്, അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ, PT അജ്മൽ, ഷാഫി കാരക്കാട്, KR നാരായണസ്വാമി, അഡ്വക്കേറ്റ് രാംദാസ്, M രാധാകൃഷ്ണൻ, കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം ഭാരവാഹികൾ എന്നിവരും പങ്കെടുത്തു. ഈ ലഹരി മാഫിയ സംഘങ്ങളെല്ലാം അതിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പല ഘട്ടങ്ങളിലായി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട്. MLA-യുടെ മകനെ കഞ്ചാവുമായി പിടിക്കുമ്പോ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികൾ എന്തേ അവർക്കൊരു സിഗരറ്റ് വലിച്ചാൽ എന്ന് പറയുന്ന മന്ത്രിപുങ്കവന്മാർ ഈ നാട് ഭരിക്കുമ്പോ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർ പോലും ഈ നാട്ടിനകത്തെ ചെറുപ്പക്കാർ വഴിതെറ്റി മുന്നോട്ട് പോകുമ്പോ അത് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രിപുങ്കവനല്ല, ഒരു മന്ത്രിസഭയിൽപ്പെട്ട അംഗമല്ല ഈ നാടിന് ആവശ്യമെന്നുള്ളത് ഈ നാട് തിരിച്ചറിയേണ്ടതാണെന്ന് പറയും. എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തിന് ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 205 കോടി രൂപ വരവും 195 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അവതരിപ്പിച്ച ബജറ്റിൽ 32 കോടി രൂപയാണ് ഭവന പദ്ധതിക്ക് വകയിരുത്തിയിരിക്കുന്നത്. ഏറ്റവും വലിയ ആഗ്രഹമായ സ്വന്തമായ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഊന്നൽ നൽകുന്ന മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. എല്ലാവർക്കും പാർപ്പിടം. കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായി നാം ഓരോരുത്തരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വപ്ന പദ്ധതിയാണ് മുഴുവൻ ആളുകൾക്കും സ്വന്തമായി താമസിക്കാൻ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നതിനാവശ്യമായ പദ്ധതികൾക്കായി ബജറ്റിൽ തുക ഉൾക്കൊള്ളിക്കുക എന്നത്.
കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവുകളില്ലാത്തതിനാൽ മാത്രം നമുക്ക് നടപ്പിലാക്കാനാവാതെ പോയ പ്രസ്തുത പദ്ധതികൾക്ക് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകാരം നൽകുകയും മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 3000-ലധികം വീടുകൾ അനുവദിച്ചു നൽകുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ലഭിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടിയ തുക ഭവന നിർമ്മാണ മേഖലക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. ശുദ്ധജല പദ്ധതികൾക്കായി 65 ലക്ഷം രൂപ വകയിരുത്തി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡബിൾ ചേംബർ ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ 1 കോടിയിലേറെ രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, ആരോഗ്യം തുടങ്ങി അടിസ്ഥാന മേഖലകളുടെ വികസനം എന്നിവയ്ക്കായി 60 കോടി രൂപ നീക്കിവെച്ചു. ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണം ഉൾപ്പെടെ റോഡ് വികസനത്തിന് 20 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. 60 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസം, കലാകായിക പദ്ധതികൾക്കായി 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ ചെറുട്ടി മുഹമ്മദ്, ബിജി ടോമി, കെ പി ബുഷറ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ മുസ്തഫ വറോഡൻ, പി കുര്യൻ, ഓമന രാമചന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജൻ ആമ്പാടത്ത്, ജസീന അക്കര, സജന സത്താർ, കെ പി എം സലീം, രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഡി അജിത് കുമാരി എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പിയിൽ ബസ് ഉൾപ്പെടെ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. ഒരാൾക്ക് പരിക്കേറ്റു. പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ തെക്കുമുറി വളവിലാണ് അപകടം ഉണ്ടായത്. കൊപ്പത്ത് നിന്നും പട്ടാമ്പിക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിൽ പോകുകയായിരുന്ന ബൈക്കിലിടിക്കുകയും ഇടികൊണ്ട് ബൈക്ക് പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയും ഗുഡ്സ് ഓട്ടോറിക്ഷ മുന്നിലുണ്ടായിരുന്ന സ്കോർപിയോ കാറിൽ ഇടിച്ചുമാണ് അപകടം ഉണ്ടായത്. സംഭവത്തിൽ ബൈക്ക് യാത്രക്കാരനായ കാരക്കാട് സ്വദേശി പ്രിയേഷിന് നിസാര പരിക്കേറ്റു. അപകടത്തിൽ 4 വാഹനങ്ങൾക്കും തകർച്ചയുണ്ടായിട്ടുണ്ട്. ഗുഡ്സ് ഓട്ടോറിക്ഷയിലെയും സ്കോർപിയോയിലെയും ആളുകൾ വാഹനങ്ങൾ പാതയോരത്ത് നിർത്തിയിട്ട് സമീപത്തെ കടയിലേക്ക് പോയപ്പോഴാണ് അപകടമുണ്ടായത്. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സ്ഥിരം അപകട മേഖലയാണ് ഈ ഭാഗം. കഴിഞ്ഞ ദിവസം കത്തിനശിച്ച മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്തു തുടങ്ങി. ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ ഏജൻസി വഴിയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ മാർച്ച് മാസം വാർഡുകളിൽ നിന്നും ശേഖരിച്ചവയിൽ നിന്നും തരംതിരിച്ച ഏകദേശം 1300 കിലോഗ്രാം റീസൈക്കിൾ മാലിന്യം, 1000 കിലോഗ്രാം റിജക്റ്റ് മാലിന്യം, തരംതിരിക്കാത്ത 15000 കിലോഗ്രാം മിക്സ് പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്നിവയാണ് കത്തിനശിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം രജിസ്റ്റർ ബുക്കുകൾ, വാർഡുതല കളക്ഷൻ നടത്തിയ 93,350 രൂപ, ശമ്പള ഇനത്തിൽ നൽകാനുള്ള ഒരു ഹരിതകർമ്മസേനയുടെ തുകയായ 10,250 രൂപ, ലാപ്ടോപ്പ്, തരംതിരിക്കൽ ഉപകരണങ്ങൾ, സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ കത്തിനശിച്ചിട്ടുണ്ട്. തീപിടിച്ചതിനു ശേഷം ബാക്കിയായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ ഏജൻസി മുഖാന്തരം നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് 2:30 മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിലെ അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചത്. തുടർന്ന് 2.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലൂടെയാണ് തീ അണയ്ക്കാൻ സാധിച്ചത്. കേരള പോലീസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വനിതാ സ്വയം രക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലന പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. ജ്വാല 3.0 എന്ന പേരിൽ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സ്വയരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മലപ്പുറം MAP കമ്മ്യൂണിറ്റി ഹാളിലാണ് പരിശീലന പരിപാടി നടന്നത്. മലപ്പുറം MSP ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷ തരുന്ന, വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ് ഈ കൂട്ടം, ഈ ക്രൗഡ്. ഇത് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നീഡ് ഓഫ് ദ ആർ, അതൊരു ലൈഫ് സ്കില്ലാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു വലിയ വിഭാഗം, ഒരു ജനറേഷണൽ ഷിഫ്റ്റ് അതിനകത്ത് കാണാൻ പറ്റുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞ് പഴകി ക്ലീശയായ അബല, വിധേയ, അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് പവർഫുൾ വിമൻ എന്നുള്ള ഒരു യുഗത്തിലേക്കാണ് പോകുന്നത്. അതിന് കൂടുതൽ എന്താണ് പറയുക, അതിന് വെറുതെ വാക്കുകൾ കൊണ്ട് മാത്രം വിശേഷിപ്പിക്കുക അല്ല ഒരു സമൂഹം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു
തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരള പോലീസ് ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയത്. അത് വളരെ 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 പോസിറ്റീവാണ്. ഒത്തിരി ന്യൂസ് റിപ്പോർട്ട്സ് ഈ രീതിയിൽ ഡിഫൻസ് സൈഡിനകത്താണെങ്കിലും എസ്കേപ്പ് ചെയ്യുന്ന സൈഡിനകത്താണെങ്കിലും ഒരു മടിയുമില്ലാതെ തോണ്ടുന്നവനെയും തൊള്ളുന്നവനെയും തിരിച്ച് മുഖത്തടിക്കാനുള്ള കഴിവ് ആർജിച്ചെടുത്ത ഒരു തലമുറയുടെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ്. ഒരു ലോകം തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അഡീഷണൽ SP ഫിറോസ് M ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരി CH മാരിയത്ത്, വനിതാ സംരക്ഷണ ഓഫീസർ ശ്രുതി, സെന്റ് ജമ്മാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ അമല ജോർജ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റാശ്ശേരി, കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല മാനേജർ പ്രീത വാര്യർ, വനിതാ ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വിജയകുമാരി, ഫിറ്റ്നസ് കോച്ച് സുധ, നാഷണൽ ഷൂട്ടിംഗ് താരം അറഫ ഷെറിൻ, LSTD അസിസ്റ്റന്റ് ഓഫീസർ ഫത്തീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 100 കണക്കിന് വനിതകൾ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. K വത്സല, VJ സോണിയ മേബിൾ, KC സിനിമോൾ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. നാട്ടുവൈദ്യ അറിവുകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ വ്യാജ ആയുർവേദ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ വർഷത്തെ കേരള സംസ്ഥാന ബജറ്റിലെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പട്ടാമ്പി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മുഹമ്മദ് മോഹസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി, സുപ്രീം കോടതി വിധികളെയും കേന്ദ്ര സംസ്ഥാന നിയമങ്ങളെയും മറികടന്ന് വ്യാജ ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ ബജറ്റ് നിർദ്ദേശം ഉപകരിക്കപ്പെടുന്നത്. കേരളത്തിലെ പരമ്പരാഗത നാട്ടുവൈദ്യമായ ആയുർവേദമല്ലാതെ മറ്റൊരു ചികിത്സാ സമ്പ്രദായം ഇവിടെ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പുരോഗമന സർക്കാരിന് ചേർന്നതല്ലെന്നും ഇത് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. ബജറ്റിലെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ നിവേദനം നൽകിയ സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ ധനകാര്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത MLA പറഞ്ഞു. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ വൈസ് പ്രസിഡന്റും AMAI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ PK ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ P ജയറാം, ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ P രചന, ഡോക്ടർ KPS മുഹമ്മദ് സലീം, ഡോക്ടർ ഷെറിൻ KP, ഡോക്ടർ BK കോമളം, ഡോക്ടർ PV രാമചന്ദ്രൻ, ഡോക്ടർ ശ്രീജിത്ത് മുക്കടക്കാട്, ഡോക്ടർ ജ്യോതിക MR തുടങ്ങിയവർ സംസാരിച്ചു. നജീബ് കാന്തപുരം MLA തന്റെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറികൾക്കും വായനശാലകൾക്കും കൈമാറി. വായന ലഹരിയാക്കുന്ന തലമുറയാണ് നാടിന് വേണ്ടതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. വായന ലഹരിയാക്കുന്ന ഒരു തലമുറ വളർന്നുവരുന്നത് വർത്തമാനകാല സംഭവങ്ങൾക്ക് പരിഹാരമാകുമെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3 ലക്ഷം രൂപ വിനിയോഗിച്ച് മണ്ഡലത്തിലെ സ്കൂൾ ലൈബ്രറികൾക്കും പൊതുജന വായനശാലകൾക്കും പുസ്തകങ്ങൾ കൈമാറി. കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നാണ് ഈ പുസ്തകങ്ങൾ വാങ്ങിയത്. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് ചടങ്ങ് നടന്നത്. നാട് സാമൂഹികമായ പുരോഗതി കൈവരിച്ചുവെങ്കിലും സാമൂഹിക തിന്മകൾക്കൊപ്പം പുതിയ തലമുറ സഞ്ചരിക്കുന്നു എന്നത് ദുഃഖകരമാണെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. സാഹചര്യങ്ങളാണ് പുതിയ തലമുറയെ തെറ്റിലേക്ക് നയിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന സാമൂഹിക ഉത്തരവാദിത്തമാണ് ഓരോ വ്യക്തിയും നിർവഹിക്കേണ്ടത്. നന്മയും സൗഹൃദവും വളർത്തുന്നതിലും നാടിനെ സാംസ്കാരികമായി ഉയർത്തുന്നതിനും നമ്മുടെ വായനശാലകൾ വഹിച്ച പങ്ക് വിസ്മരിക്കാനാവില്ല എന്നും MLA ഓർമ്മിപ്പിച്ചു. പുസ്തകങ്ങളെ ലഹരിയാക്കാൻ നമ്മൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. നമ്മളൊരു സോഷ്യൽ ഇനീഷ്യേറ്റീവ് അതിന് ഉണ്ടായാൽ ആ മാറ്റം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മളൊക്കെ ആ കാലത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ലഹരിയായിരുന്നു വായനയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമ്മൾ കാണാത്ത ലോകത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു. വായനയിൽ നിന്ന് യുവതലമുറ അകന്നുപോയത് പുതിയ കാലത്തെ പ്രതിസന്ധികൾക്ക് കാരണമായിട്ടുണ്ട്. മനുഷ്യന് അറിവും തിരിച്ചറിവും നൽകുന്ന ഒന്നാണ് വായന. ഈ വായനയിലേക്ക് പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് സന്നദ്ധ സംഘടനകളും പൊതുവായനശാലകളും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ AEO കുഞ്ഞിമൊയ്തു,
HM ഫോറം സെക്രട്ടറി അസീസ്, ഷൈഷാദ് തെക്കേതിൽ, NM ഫൈസൽ വാരീസ് തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടു വശങ്ങളിലായി ഇല പൊഴിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾ, നടുവിലൂടെ സുന്ദരമായ ദേശീയപാത, അതിലൂടെ നീങ്ങുന്ന വാഹനങ്ങളും. ഛായാചിത്രം പോലെ സുന്ദരമാണിപ്പോൾ കരിങ്കലത്താണി തൊടുകാപ്പ്. വേനലിൽ വസന്തം സമ്മാനിക്കുകയാണ് വഴിയരികിൽ ഇല പൊഴിച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ മരങ്ങളും, മരങ്ങൾക്ക് ഇടയിലൂടെയുള്ള ദേശീയപാതയും, പാതയിലൂടെ എങ്ങോട്ടൊന്നില്ലാതെ കടന്നുപോകുന്ന ആളുകളും വാഹനങ്ങളും. ഒരു പക്ഷേ നമ്മളൊക്കെ പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ള കാഴ്ചയുടെ ജീവനുള്ള ദൃശ്യം. കരിങ്കല്ലത്താണി തൊടുക്കാപ്പ് ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ നിന്നും പകർത്തിയതാണ് വേനലിൻ്റെ വെയിൽ വരവിനൊപ്പമുള്ള പ്രകൃതിയുടെ ഈ പകർന്നാട്ടം. ഒരു ക്യാൻവാസിൽ തീർത്ത മനോഹരമായ കലാവിരുന്നാണോ ഇതെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും തോന്നിപ്പോകും. വേനലിൽ ഇലപൊഴിയും വൃക്ഷങ്ങളായ മരുത്, താന്നി, ഇരുൾ എന്നിവയാണ് ഈ ഭാഗത്ത് കൂടുതലായുള്ളത്. കൂട്ടത്തോടെ ഈ മരങ്ങൾ ഇലപൊഴിച്ചതോടെ പരവതാനി വിരിച്ച പോലെ ഇലകൾ നിലത്ത് പരന്നു കിടപ്പാണ്. വേനലിലെ മറ്റൊരു ദൃശ്യഭംഗി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പാതയോരത്തെ മിക്ക മരങ്ങളും മുറിച്ചു നീക്കിയെങ്കിലും തൊടുക്കാപ്പ് പരിസരം ഇപ്പോഴും വൃക്ഷനിബിഡമാണ്. ന്യൂസ് ബ്യൂറോ, കരിങ്കല്ലത്താണി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പാലക്കാട് ഉത്സവമേളം ഇനി 3 ദിവസം. പൂരങ്ങളുടെ പെരുമ്പറ. ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം ബുധനാഴ്ച. കൈരാട് ചെറുമുളയങ്കാവ് കാളവേലയും ബുധനാഴ്ച. കടമ്പഴിപ്പുറം വായില്യാംകുന്ന് പൂരവും മണ്ണാർക്കാട് പൂരം വലിയാറാട്ടും 13-ന്. ചെട്ടിവേല 14-ന്. 96 ദേശങ്ങളുടെ ആമക്കാവ് പൂരവും 14-ന്. ഒറ്റപ്പാലം പാലപ്പുറത്ത് ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. 3 പേർക്ക് കുത്തേറ്റു. കണ്ടാലറിയാവുന്ന 10 പേരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. സംഘർഷമുണ്ടായത് മുഖത്ത് ടോർച്ചടിച്ചതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. മലപ്പുറം കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിൽ കടുവയെ കണ്ട സംഭവം. കടുവയെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികളുമായി വനം വകുപ്പ്. ജനവാസ മേഖലയിൽ ഒരിക്കൽ കൂടി കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂട് സ്ഥാപിക്കുമെന്ന് DFO. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി കോട്ടക്കൽ സ്വദേശി പെരിന്തൽമണ്ണയിൽ അറസ്റ്റ്. മലാപ്പറമ്പിൽ നിന്നാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. പ്രതിയിൽ നിന്നും ലഹരിക്കടത്തു സംഘത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ്. പകുതി വില തട്ടിപ്പ്. കടമ്പഴിപ്പുറം ICDC ഓഫീസിലേക്ക് CPM മാർച്ച്. തട്ടിപ്പിനിരയായവർക്ക് പണം തിരികെ നൽകണമെന്നും കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും നേതാക്കൾ. CPM നടത്തുന്ന സമരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പ്രഹസനമെന്ന് BJP. എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യത്തിന് ഊന്നൽ നൽകി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. ഭവന പദ്ധതിക്ക് 32 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. 205 കോടി രൂപ വരവും 195 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് പുതിയ ബജറ്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.